സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്ന ടോപ്പിക്ക് മേജർ നാഷണൽ ആൻഡ് റീജിയണൽ പാർട്ടീസ്, അതായത് നമ്മളുടെ ദേശീയവും അതുപോലെ പ്രാദേശികവും സ്റ്റേറ്റ് വൈസും ആയിട്ടുള്ള പാർട്ടീസ്, അതിൻ്റെ റെക്കഗ്നിഷൻസ്, അതെങ്ങനെയാണ് അത് കൺസിഡേർഡ് ആസ് നാഷണൽ അല്ലെങ്കിൽ റീജിയണൽ പാർട്ടി അല്ലെങ്കിൽ സ്റ്റേറ്റ് പാർട്ടി എന്നതിനെ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇത് ഏതൊക്കെയാണെന്നൊക്കെയാണ് നോക്കുന്നത്. ചെറിയൊരു ടോപ്പിക്കാണ്. ഐ ഗെസ് ഒരു 5 minutes എക്സ്പ്ലനേഷൻ മതി. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. സോ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചും കൂടെ ഒരു പോയിൻ്റ് ഇടാം എന്നുള്ള ഒരു ആവശ്യമുള്ളൂ. സോ India has a multi-party system where political parties are classified as national, state or regional level parties. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഫീച്ചേഴ്സും അതുപോലെ എമേർജിങ് ട്രെൻഡ്സൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യൻ പാർട്ടി സിസ്റ്റത്തിൻ്റെ ഒരു ഫീച്ചറാണ് മൾട്ടി പാർട്ടി സിസ്റ്റം എന്നുള്ളത്. അതായത് ടിൽ ഒരു 1967 വരെ ഫ്രം ആ ഒരു 1967 വരെ നമ്മളുടെ ഒരു വൺ പാർട്ടി ഡോമിനൻറ്റ് സിസ്റ്റം ആയിരുന്നു എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആഫ്റ്റർ ദാറ്റ് അതൊരു ഇന്ത്യയിൽ ഒരു മൾട്ടി പാർട്ടി സിസ്റ്റം, ഒരുപാട് പാർട്ടീസ് വരാനായിട്ട് കാരണമാവുകയും അത് എന്തിലേക്ക് നയിച്ചു. അതായത് മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പാർട്ടികളുണ്ട്. അത് നാഷണൽ ലെവലിലാവാം, സ്റ്റേറ്റ് ലെവലിലാവാം, റീജിയണൽ ലെവലിലാവാം. The status of party is accorded by the Election Commission of India and the same is received occasionally. അതായത് ആൻഡ് സെയിം ഈസ് റിവ്യൂഡ് ഒക്കേഷണലി എന്നുള്ളത്. അതായത് ഈ പറഞ്ഞ പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള സ്റ്റാറ്റസ് കൊടുക്കുന്ന ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ളൊരു ഓഫീസ് എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷനാണ് ഒരു പാർട്ടിയെ അതിൻ്റെ സ്റ്റാറ്റസിലേക്ക്, അത് സ്റ്റേറ്റ് ആണോ റീജിയണൽ ആണോ അല്ലെങ്കിൽ നാഷണൽ ലെവൽ പാർട്ടിയാണോ എന്നുള്ളത് ഡിക്ലെയർ ചെയ്യുന്നത് അവരായിരിക്കും. അത് അവർ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യും, റിവ്യൂ ചെയ്യും. അതായത് ഇപ്പം ഈ ഒരു വർഷം, അതായത് ഇപ്പോൾ നമ്മളുടെ ഒരു എലക്ഷൻ ടൈം ഉണ്ടല്ലോ, ആ ടൈം ആകുമ്പോഴേക്കും അവർ പിന്നെയും റിവ്യൂ ചെയ്യും ഓരോ പാർട്ടിയുടെ അവരുടെ പെർഫോമൻസ്, അതുപോലെ അവർ എത്ര സീറ്റുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നോക്കിയിട്ട് അവരെ അതേ ഒരു നാഷണൽ പാർട്ടി തന്നെ ആക്കി വെക്കണോ അല്ലെങ്കിൽ ഒരു മറ്റേ സ്റ്റേറ്റ് പാർട്ടി ആക്കണോ എന്നുള്ളത് അവർ ഡിസൈഡ് ചെയ്യുന്നത് ത്രൂ ദാറ്റ് റിവ്യൂ വഴിയാണ്. പിന്നെ ഓൾ പാർട്ടീസ് ആർ രജിസ്റ്റേർഡ് വിത്ത് ദ എലക്ഷൻ കമ്മീഷൻ. എല്ലാ പാർട്ടീസും എലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യുന്നത് ുള്ള പാർട്ടികളായിരിക്കും. എ സ്പെഷ്യൽ ആൻഡ് യുണീക്ക് എലക്ഷൻ സിമ്പിൾസ് ഷുഡ് ബി ഗിവൺ ടു എവറി രജിസ്റ്റേർഡ് പാർട്ടി ബൈ ദ എലക്ഷൻ കമ്മീഷൻ. അതായത് ഒരു രജിസ്റ്റേർഡ് സിമ്പിൾ എല്ലാ പാർട്ടികൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു സിമ്പിൾ എലക്ഷൻ കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യണം. മേ ബി അവർ തന്നെ സെലക്ട് ചെയ്ത സിമ്പിളായിരിക്കും, അത് ഡിക്ലെയർ ചെയ്ത് വിടുക ഇത് വെറുതെയാണെന്നുള്ള ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് അവർക്ക് കൊടുക്കുന്നതും എലക്ഷൻ കമ്മീഷനായിരിക്കും. പിന്നെ ഒരു പാർട്ടിയെ സ്റ്റേറ്റ് അല്ലെങ്കിൽ മറ്റേ നാഷണൽ റീജിയണൽ പാർട്ടീസ് എന്ന് ഡിക്ലെയർ ചെയ്യാൻ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അതാണ് ആദ്യത്തെ ഒരു നാഷണൽ പാർട്ടിയാണ്. നാഷണൽ പാർട്ടിയിൽ എ പാർട്ടി ഹാസ് ടു ലീവ് അപ് ടു അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫോളോയിങ് ക്വാളിഫിക്കേഷൻ ടു ബി റെക്കഗ്നൈസ്ഡ് ആസ് എ നാഷണൽ പാർട്ടി. ഇപ്പോൾ താഴെ ഞാൻ കുറച്ച് മാനദണ്ഡങ്ങൾ പറയാം. അത്രയും കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ഒരു പാർട്ടിയെ നാഷണൽ പാർട്ടി അല്ലെങ്കിൽ ദേശീയപരമായിട്ടുള്ള പാർട്ടി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ഇറ്റ് ഹാസ് ടു വിൻ എ മിനിമം ഓഫ് 2% ഓഫ് ദ സീറ്റ്സ് ഇൻ ലോക്സഭ ഫ്രം അറ്റ്ലീസ്റ്റ് 3 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്. 3 സംസ്ഥാനങ്ങളിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 2% ഓഫ് ലോക്സഭ സീറ്റ് ഇവർ ക്വാളിഫൈ ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മളിപ്പം ഓരോ പാർട്ടീസ് പറയില്ല, അതിൻ്റെ 2%. ഇപ്പോൾ ഓരോ സ്റ്റേറ്റിലും കുറേ പാർട്ടികളുണ്ടാവും നാഷണൽ പാർട്ടീസ്, അതവർ സെക്യൂർ ചെയ്യണം. നാഷണൽ പാർട്ടീസ് എന്നല്ല, പാർട്ടികൾ 2% എങ്കിലും നാഷണൽ പാർട്ടി ആവണമെങ്കിൽ എല്ലാ 3 സ്റ്റേറ്റിൽ നിന്നെങ്കിലും അറ്റ്ലീസ്റ്റ് 2% ഓഫ് ദ സീറ്റ്സ് ഇവർ സെക്യൂർ ചെയ്താൽ മാത്രമേ അവർ നാഷണൽ പാർട്ടീസ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ഒന്ന്, ഇൻ ജനറൽ എലക്ഷൻസ് ദ പാർട്ടി മസ്റ്റ് മാനേജ് ടു വിൻ 6% ഓഫ് ദ വോട്ട്സ് ആൻഡ് വിൻ അറ്റ്ലീസ്റ്റ് 4 ലോക്സഭ സീറ്റ്സ് ആസ് വെൽ. അതായത് ജനറൽ എലക്ഷനിൽ പാർട്ടി അറ്റ്ലീസ്റ്റ് 6% ജയം അല്ലെങ്കിൽ വോട്ട് നേടാനും അതുപോലെ 4 ലോക്സഭാ സീറ്റ്സ് നേടാനും കഴിഞ്ഞിരിക്കണം. മൂന്നാമത്തത്, ദ പാർട്ടി ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് എ സ്റ്റേറ്റ് ലെവൽ പാർട്ടി ഇൻ 4 or more സ്റ്റേറ്റ്സ്. അതായത് ഒരു പാർട്ടി ഇപ്പം സ്റ്റേറ്റ് ലെവലിൽ
പറയുന്ന ഒരു പാർട്ടി, സ്റ്റേറ്റ് ലെവലിൽ ഓരോ പാർട്ടികളുണ്ടാവുമല്ലോ. ഇപ്പം ശിവസേന എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ, അതിനെ ഒരു നാഷണൽ പാർട്ടി ആക്കണമെങ്കിൽ അത് വേറെ 4 സ്റ്റേറ്റിലെങ്കിലും അതിനെ സ്റ്റേറ്റ് പാർട്ടിയായിട്ട് കണക്കാക്കണമെങ്കിൽ മാത്രമേ അത് ഒരു നാഷണൽ പാർട്ടിയായിട്ട് മാറുള്ളൂ. ഇത്രയാണ് നാഷണൽ പാർട്ടി ആവാനുള്ള ക്രൈറ്റീരിയ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ. ഇനിയുള്ളത് സ്റ്റേറ്റ് പാർട്ടിയാണ്. സ്റ്റേറ്റ് പാർട്ടി എന്ന് പറയുമ്പം ദ പാർട്ടി ഹാസ് ടു വിൻ അറ്റ്ലീസ്റ്റ് 3 സീറ്റ്സ് ഓർ 3% ഓഫ് ദ സീറ്റ്സ് ഇൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. സ്റ്റേറ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്, നമ്മളെ നിയമസഭ അല്ലേ, അതിൽ അറ്റ്ലീസ്റ്റ് ഒരു 3% അല്ലെങ്കിൽ 3 സീറ്റ്സ് എങ്കിലും ആര് സെക്യൂർ ചെയ്യണം? ഈ സ്റ്റേറ്റ് പാർട്ടികൾ സെക്യൂർ ചെയ്താൽ മാത്രമേ അവരെ സ്റ്റേറ്റ് പാർട്ടി എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇറ്റ് ഹാസ് ടു വിൻ മിനിമം 1 സീറ്റ് ഇൻ ദ ലോക്സഭ എവറി 25 ഇയേഴ്സ്. അതായത് 25 വർഷം കൂടുമ്പോഴെങ്കിലും ഇവരിലെ, അതായത് ഈ പറഞ്ഞ സ്റ്റേറ്റ് പാർട്ടിയിലെ ഏതെങ്കിലും ഒരു സീറ്റെങ്കിലും ലോക്സഭയിൽ അവർ സെക്യൂർ ചെയ്യാനായിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമേ അവർ സ്റ്റേറ്റ് പാർട്ടി എന്ന് പറയുള്ളൂ. പിന്നെ in a particular election the party has to bag at least 6% of the total votes and also win 1 Lok Sabha and 2 assembly seats. അതായത് പെർട്ടിക്കുലർ എലക്ഷൻസ് ഉണ്ടാവില്ല. ഇപ്പം നമ്മളുടെ സ്റ്റേറ്റിൽ തന്നെ, സംസ്ഥാനത്ത് തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമസഭയിലെ ആൾ, കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ആളുകൾ അതിൽ ഇവർ മരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു എലക്ഷൻ വരുമ്പം അതിൽ പാർട്ടി അറ്റ്ലീസ്റ്റ് 6% സീറ്റ് ആ ഒരു നിയമസഭയിൽ നേടുകയും അതല്ലെങ്കിൽ 1 ലോക്സഭാ സീറ്റും അതുപോലെ 2 അസംബ്ലി സീറ്റും, നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ 1 സീറ്റ് ലോക്സഭയിലും അതുപോലെ അസംബ്ലി സീറ്റ്സിലെ നമ്മളുടെ നിയമസഭ, കേരള സ്റ്റേറ്റിൻ്റെ നിയമസഭയിൽ 2 സീറ്റ്സും ക്വാളിഫൈ ചെയ്യണം. എങ്കിൽ മാത്രമേ അവർ സ്റ്റേറ്റ് പാർട്ടി എന്ന് പറയുള്ളൂ. പിന്നെ റീജിയണൽ പാർട്ടീസാണ്. റീജിയണൽ പാർട്ടീസ് എന്ന് പറഞ്ഞാൽ ഈ റീജിയണൽ പാർട്ടീസ് നമ്മളുടെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും അതായത് ഒരുപാടെണ്ണുണ്ട്. ഏകദേശം ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത ഒരു ആർട്ടിക്കിൾ അതിൽ നോക്കിയാൽ ഏകദേശം ഒരു 300-350 റീജിയണൽ പാർട്ടീസിൻ്റെ ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ അവരുടെ, അതായത് ഒരു പെർട്ടിക്കുലർ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഇതിൽ കൊടുത്തിട്ടില്ല. അവരുടെ ഒരു എത്ര സീറ്റ്സ് ഉണ്ടെങ്കിൽ റീജിയണൽ പാർട്ടീസ് ആവാം എന്നുള്ളതൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പം ഇനി പറയാനുള്ളത് നാഷണൽ പാർട്ടീസും അതുപോലെ കുറച്ച് എക്സാമ്പിൾസാണ്. നാഷണൽ പാർട്ടീസ് അതുപോലെ സ്റ്റേറ്റ് പാർട്ടീസ്. റീജിയണൽ പാർട്ടീസിൻ്റെ ഞാൻ പറയുന്നില്ല. റീജിയണൽ പാർട്ടീസ് നിങ്ങൾ സ്വന്തമായിട്ട് ഞാൻ അയക്കുന്ന ആ ആർട്ടിക്കിളിൻ്റെ ലാസ്റ്റ് ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. കുറേ എണ്ണം, ഓരോരോ ആസാം അതുപോലെ കുറേ ഇതിൻ്റെ പേര് കൊടുത്തിട്ട് നമ്മൾ കേരളത്തിലുള്ള കുറേ എണ്ണത്തിൻ്റെ ഉണ്ട്. ഞാനത് പെർട്ടിക്കുലറി പറയാത്തത് ഒരുപാടെണ്ണം ഉള്ളതുകൊണ്ടാണ്. അതിലേതാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാത്തതുകൊണ്ടാണ് ഞാനൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ളതൊന്നും പറയാത്തത്. സോ നിങ്ങളതൊന്ന് റെഫർ ചെയ്യുക. സോ നാഷണൽ പാർട്ടീസ് ഇപ്പം നിലവിലുള്ളത് BSP ബഹുജൻ സമാജ് പാർട്ടി, പിന്നെ BJP ഭാരതീയ ജനതാ പാർട്ടി, പിന്നെ CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നുള്ളത്, പിന്നെ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇവരാണ് നാഷണൽ പാർട്ടി ലെവലിലുള്ള പാർട്ടീസ്. പിന്നെ സ്റ്റേറ്റ് ലെവലിൽ കേരള കോൺഗ്രസ് ഒന്ന്, അതുപോലെ കേരള കോൺഗ്രസ് M, അത് വേറൊരു സ്റ്റേറ്റ് പാർട്ടിയാണ്. പിന്നെ രാഷ്ട്രീയ ജനതാദൾ ബീഹാറിൻ്റെ, ശിരോമണി അകാലിദൾ പഞ്ചാബ്, ശിവസേന മഹാരാഷ്ട്ര, തെലുങ്കുദേശം ആന്ധ്രാപ്രദേശ്, ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് വെസ്റ്റ് ബംഗാൾ, ആം ആദ്മി പാർട്ടി ഡൽഹി. സോ നിങ്ങൾക്ക് ഈ എക്സാമ്പിളുകൾ അതിലെഴുതാം. കുറേ എണ്ണം അതിലും കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് പാർട്ടി ഞാൻ തന്ന ആർട്ടിക്കിളിൽ കുറേ സ്റ്റേറ്റ് പാർട്ടീസും കുറേ എണ്ണം ഉണ്ട്. ഇതാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കിയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ് പാർട്ടീസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എഴുതിയെടുക്കാം. ഇനി അതല്ല അത് തന്നെ വേണം എന്നുള്ളവർക്ക് അത് എഴുതിയെടുക്കാനും സാധിക്കും. സോ ഇത്രയാണ് നമ്മളുടെ ഈ പറഞ്ഞ നാഷണൽ ആൻഡ് റീജിയണൽ പാർട്ടീസിൽ പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ ഗ്രൂപ്പിൽ ക്ലിയർ ചെയ്യുക.